ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഓണം എക്സാമിന് 5 മാർക്ക് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനാണ് നരേഷൻ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരും, ഏത് രൂപത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ, കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 2022-23 ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. മച്ചാൻ നോക്കിക്കോ. ദ ബോയ് ഇൻ ദ സ്റ്റോറി, ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ്. നമ്മുടെ ബോയ് ഡ്രൂ ക്യാറ്റ്സിൽ ആ ബോയ് ഉണ്ടല്ലോ, happens to meet the old prince in the village temple once again. പഴയ ആ ഒരു ടെമ്പിളിൽ രണ്ടാമതും അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ, കണ്ടുമുട്ടുകയാണ്. He narrates his encounter with the goblin rat, the priest. പണ്ട് ആ ഒരു ഗോബ്ലിൻ റാറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതുമായിട്ടുള്ള എൻകൗണ്ടർ അത് അവർ വിവരിക്കുകയാണ്. പ്രിപ്പയർ ദ ലൈക്ലി നെറേറ്റീവ്. ഇങ്ങനെ ഒരു ചോദിക്കും, എന്നതായി നെറേറ്റീവ്, എന്താണ് നെറേറ്റീവ്, ഹൗ ടു റൈറ്റ് എ നെറേറ്റീവ്. എല്ലാവർക്കുള്ള സംശയമാണ്, എന്താണ് നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്. നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലൈക്ക് ചെയ്തല്ലോ. ഓക്കെ, അതിതാണ് നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അതൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. എന്താണ്, ഒരു കാര്യത്തെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നരേഷൻ എന്ന് പറയാം. അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടൈറ്റിൽ ഉണ്ടായിരിക്കും, പോയിന്റ് ഓഫ് വ്യൂ. യെസ്, ഓരോ നരേഷനും ഓരോ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും, ഓരോരുത്തർക്കും ബേസ്ഡ് ആയിരിക്കും. ചിലത് ആ ഒരു ക്യാരക്ടർ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പറയുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരാണ് ഇതിലാരാ പറയുന്നത്. നോക്കാം. പ്രിപ്പയർ. ഓക്കെ, ദ ബോയ് ഹി നരേറ്റ്സ്. ഹി നരേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഹി ആരാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ബോയ് ഡ്രൂ ക്യാറ്റ്സ് ഹാപ്പൻസ് ടു മീറ്റ് ദ ഓൾഡ് പ്രീസ്റ്റ്. ആ ബോയ് ആ ഓൾഡ് പ്രീസ്റ്റിനെ കാണുക. അപ്പോൾ ആരെ പോയിന്റ് ഓഫ് വ്യൂ ആണ്? ഇവിടെ ബോയിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അതായത് ബോയ് പറയുന്നത് പോലെ വേണം എന്താക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നരേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊരു സ്റ്റോറിയിലേക്കായിരിക്കും, ബോയ് പറയുന്നത് പോലെ ആയിരിക്കും നമ്മൾ എന്താക്കേണ്ടത്, ഈ ഒരു നരേഷൻ എഴുതേണ്ടത്. 5 മാർക്ക് ആകുന്ന സമയത്ത് കുറച്ച് എഴുതാനുണ്ടായിരിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം എഴുതാനുണ്ട് എന്നുള്ളത്. ബോയ് മീറ്റ്സ് പ്രീസ്റ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. നോക്കാം. ദ ബോയ് വെന്റ് ബാക്ക് ടു ദ വില്ലേജ് ടെമ്പിൾ ആൻഡ് ഫൗണ്ട് ദ ഓൾഡ് പ്രീസ്റ്റ്. അങ്ങനെ ബോയ് വില്ലേജ് ടെമ്പിളിലേക്ക് പോയിട്ട് ആ ഒരു ഓൾഡ് പ്രീസ്റ്റിനെ കണ്ടു. എക്സൈറ്റഡ്ലി ഹി ഷെയർഡ് ഹിസ് സ്റ്റോറി. അവൻ ആക്ച്വലി എന്താ പറഞ്ഞത്, അവൻ ഷെയർ ചെയ്തു. അപ്പൊ അവൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി അത് എന്താക്കിയിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, നമ്മുടെ ആ ബോയിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. യെസ്, ഓണറബിൾ പ്രീസ്റ്റ് അവനോട് അദ്ദേഹത്തോട് ആ കഥ എന്താക്കി ഷെയർ ചെയ്തു. ഓണറബിൾ പ്രീസ്റ്റ് ദ ബോയ് ബിഗൻ. ബോയ് തുടങ്ങുകയാണ്. ഓണറബിൾ പ്രീസ്റ്റ്, എൻ്റെ ബഹുമാന്യനായ പ്രീസ്റ്റേ, ആഫ്റ്റർ ഐ ലെഫ്റ്റ് ദ ടെമ്പിൾ. കണ്ടോ, ഐ എന്നാണ് ഇവിടെ ചോദിച്ചുള്ളത്. നോക്കാം, ഇവിടെയൊക്കെ ഐ ആണ് ആക്ച്വലി ആര് പറയുന്നതാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയേണ്ടത്. ഈ ഒരു ഭാഗം നമുക്ക് എന്താക്കാം, ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഇത്രയും ഇത്രയും പറഞ്ഞ ഭാഗം നമുക്ക് എന്താക്കാം, ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് എക്സാക്ട്ലി നരേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഐ ലെഫ്റ്റ് ദ ടെമ്പിൾ. ഞാൻ ആ ടെമ്പിളിൽ നിന്ന് പോയതിനു ശേഷം ഐ ഫൗണ്ട് അനദർ ടെമ്പിൾ ഇൻ എ നിയർ ബൈ വില്ലേജ്. അടുത്ത വില്ലേജിൽ ഞാൻ മറ്റൊരു ടെമ്പിൾ കണ്ടിരുന്നു. ഐ കുഡന്റ് ഹെൽപ്പ് ബട്ട് ഡ്രോ കാറ്റ്സ് ദേർ ടു. അവിടെ എനിക്ക് ഈ പൂച്ചനെ വരയ്ക്കല്ലാതെ വേറെ പരിപാടിയൊന്നും നടന്നില്ല. അത് മാത്രമേ ചെയ്തുള്ളൂ. അതാണ് എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. പൂച്ചനെ വരച്ചുകൊണ്ടിരുന്നു. റിമെമ്പറിംഗ് യുവർ അഡ്വൈസ് ഐ ഹിഡ് ഇൻ എ സ്മോൾ ക്യാബിനറ്റ്. നിങ്ങളുടെ ആ ഒരു അഡ്വൈസ് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഒരു ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി. ഡ്യൂറിംഗ് ദ നൈറ്റ്, രാത്രി ഐ ഹിയർ ടെറിബിൾ നോയ്സസ്. അന്ന് വലിയ സൗണ്ടുകൾ കേട്ടു. ഇൻ ദ മോർണിംഗ്, രാവിലെ ഐ സോ എ ഹ്യൂജ് ഗോബ്ലിൻ റാറ്റ് ഓൺ ദ ഫ്ലോർ. വലിയൊരു ഗോബ്ലിൻ റാറ്റ്, കൗവിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ ഡെഡ് ആയി കിടക്കുന്നുണ്ട്. ദ ക്യാറ്റ് ഐ ഹാഡ് ഡ്രോൺ ഹാഡ് കം ടു ലൈഫ്. അതായത് ഞാൻ വരച്ച ആ പൂച്ചക്ക് ഒരു ജീവൻ വന്നതുപോലെയുള്ള ആ ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അത് ആൻഡ് ഡിഫീറ്റഡ് ദ ഗോബ്ലിൻ. ഈ ഗോബ്ലിനെ ഡിഫീറ്റ് ചെയ്തു, തോൽപ്പിച്ചു. എങ്ങനെ? അതിന്റെ ചിത്രം കണ്ട ജീവനുള്ള പൂച്ചയെന്ന് തോന്നും. അതിനെ ഇടിച്ചിട്ട് മൂക്ക് ചമ്മന്തിയായിട്ട് നമ്മുടെ ഗോബ്ലിൻ റാറ്റ് എന്തായിട്ടുണ്ടായിരുന്നു, ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സ്ലൈഡ് ആണ്. ദ പ്രീസ്റ്റ് സ്മൈൽഡ് ആൻഡ് സെഡ്. അങ്ങനെ നമ്മുടെ പ്രീസ്റ്റ് എന്താക്കി, ചിരിച്ചോണ്ട് പറഞ്ഞു, നൗ യു സീ വൈ ഐ ഗേവ് യു ദാറ്റ് അഡ്വൈസ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എനിക്ക് അഡ്വൈസ് തന്നത് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, യുവർ ടാലന്റ് സേവ്ഡ്. നിന്റെ ടാലന്റ്, നിന്റെ ആ വരയ്ക്കാനുള്ള കഴിവ് നിന്നെ രക്ഷിച്ചു. യു ആർ മീൻ ടു ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ ഒരു നല്ല കിടിലൻ ആർട്ടിസ്റ്റ് ആവും, ഒരു ഗ്രേറ്റ് വലിയ ആർട്ടിസ്റ്റ് ആയി മാറാനുള്ളതാണ്. ദ ബോയ് നോഡഡ്. ശരി, ഓക്കെ, ശരി എന്ന് നോട്ട് ചെയ്ത് അതെ എന്ന് പറഞ്ഞു. താങ്ക്ഫുൾ ഫോർ ദ പ്രീസ്റ്റ് വിസ്ഡം ആൻഡ് ദ അഡ്വഞ്ചർ ദാറ്റ് ഷോഡ് ഹിം ഹിസ് ട്രൂ ഗിഫ്റ്റ്. ഓക്കെ, ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ
ആ ഒരു യഥാർത്ഥ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇവന് പകർന്നു നൽകിയത് കൊണ്ടാണ് അവൻ സേവ് ആയത്. ആ ഒരു അതുപോലെ തന്നെ അഡ്വഞ്ചർ ദാറ്റ് ഷോഡ് ഹിസ് ട്രൂ ഗിഫ്റ്റ്, അവൻ്റെ എക്സൈറ്റഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ പ്രീസ്റ്റിൽ നിന്ന് കിട്ടിയുള്ള ഉപദേശമാണ്. അതുപോലെ തന്നെ അവൻ്റെ ടാലൻ്റ് ആണ്. അപ്പോൾ ഇത്രയും എഴുതുമ്പോഴേക്കും അതിൻ്റെ നരേഷൻ പക്ക സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നരേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോയിന്റ് ഓഫ് വ്യൂ, ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുള്ളത് നന്നായി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കണ്ടാൽ അത് മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത്. സോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ധാരാളം വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആൻസർ വെച്ച് ചെയ്യേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വീഡിയോ ഇഷ്ടമായോ, അത് യൂസ്ഫുൾ ആണെന്നുള്ളത് അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ എക്സാറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. താങ്ക് യു. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു.